കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, അതുപോലെ എക്സ്പീരിയൻസ് ആയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നും അതുപോലെ എന്താണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം ഇൻ കേസ് നിങ്ങളിപ്പോൾ ഇതിൽ എലിജിബിൾ അല്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ എന്നതൊക്കെ മനസ്സിലാക്കി വെക്കാനും ഏതൊക്കെ പോസ്റ്റുകൾ ഇതിലേക്ക് വിളിക്കാറുണ്ടെന്നൊക്കെ മനസ്സിലാക്കി വെക്കാനൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഇനി പഠിച്ചു കഴിഞ്ഞവരാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, അതോടൊപ്പം ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, വീഡിയോ ലൈക്ക് ചെയ്യാം, അതോടൊപ്പം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ എല്ലാം നമുക്ക് റിപ്ലൈ തരാൻ പറ്റിക്കോളന്നില്ല, ഒരുപാട് കമൻറ്റ് വരുമ്പോൾ, എന്നാലും നിങ്ങൾ ഡൗട്ടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് കാണുന്നതൊക്കെ റിപ്ലൈ തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ 2 നോട്ടിഫിക്കേഷനായിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ഇതാണ്, നോട്ടിഫിക്കേഷൻ നമ്പർ 1. ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസിയാണ്. ഇനി രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഇത് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൂടെ കാണാം. ഓക്കെ, ഈ നോട്ടിഫിക്കേഷൻ നമ്പർ വ്യത്യാസം ഉണ്ടാവും കേട്ടോ, നിങ്ങൾക്ക് കൂടെ കാണാം. 25/9 മറ്റേത് വരുന്നത് നമുക്ക് 25/10 വരുന്നത് ലാസ്റ്റ് കേട്ടോ, നമ്പർ വ്യത്യാസമുണ്ട്. അപ്പം ഇങ്ങനെ 2 നോട്ടിഫിക്കേഷനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇത് രണ്ടാമത്തേതാണ്, ആദ്യത്തെ ഞാൻ പറഞ്ഞു ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണ്. ഇതിനകത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന എക്സ്പീരിയൻസ് ആയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണ്. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന വേക്കൻസിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. നോട്ടിഫിക്കേഷൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 25/9/2024 അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഇവിടെ കാണാം. നിങ്ങൾക്ക് ബോട്ട് ഓപ്പറേഷൻ ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 50 വേക്കൻസി അതിലുണ്ട്. ഓക്കെ, ടോട്ടൽ വേക്കൻസി എന്ന് പറഞ്ഞാൽ 50 വേക്കൻസി ഉണ്ട്. അപ്പം അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ആണെന്ന് പറയുന്നത്. എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മിനിമം 60% മാർക്കോട് കൂടി ITI അല്ലെങ്കിൽ ഡിപ്ലോമയാണ് വേണ്ടത്. ഓക്കെ, ഒന്നെങ്കിൽ ITI മതി അല്ലെങ്കിൽ ഡിപ്ലോമ. മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഏതൊക്കെ ട്രേഡുകളോ അല്ലെങ്കിൽ ഡിസിപ്ലിൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിക്കലിലോ അല്ലെങ്കിൽ മെക്കാനിക്കലിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലോ ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് 60% മാർക്കോട് കൂടി ITIയോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഒരു കണ്ടീഷനും പാട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് 3 വർഷം കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് 2021 22 23 നിങ്ങളെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതോടൊപ്പം തന്നെ നിങ്ങൾ 2020 കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ് എന്തായിരിക്കണം 3 വർഷത്തിനപ്പുറത്ത് പോകാൻ പാടില്ല എന്നുള്ളതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതൊരു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. അപ്പോൾ ട്രെയിനിങ് ഓൺ ദി ജോബ് ട്രെയിനിങ് സ്കീം എന്ന് പറയുന്ന ഒരു സ്കീമിലൂടെയാണ് ഇത് ഉദ്യോഗാർത്ഥികളെ എടുക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ ഇപ്പം ഈ പറയുന്ന നമ്മൾ ജോലിയൊന്നും ഇല്ലാത്ത നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള യൂത്തിനെ എയിം ചെയ്തിട്ടാണ് ഇവർ ഈ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ എന്ത് ചെയ്യും, അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷത്തേക്ക് എന്ത് ചെയ്യും, നിങ്ങളെ അവിടെ നിയമിക്കുമെന്നുള്ളതാണ്. ആ ഒരു കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ടെമ്പററി പോസ്റ്റായിട്ട് നിയമിക്കും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന പോസ്റ്റുകളാണ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്കൊരു ട്രെയിനിങ് സ്കീമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ട്രെയിനിങ് എന്ന് പറയുന്നത് നമുക്ക് ഇത്തരം എക്സ്പീരിയൻസ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഈ പറയുന്ന കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡിൻ്റെ ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷന് അത് നടത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ വേണമല്ലോ. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ളൊരു സ്കീമിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ആവശ്യത്തിന് ഇത്തരം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുകയും ആ സെലക്ട് ചെയ്ത ഉദ്യോഗാർത്ഥികളെ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യും, അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ അവിടെ വരുന്ന വേക്കൻസിയിലേക്ക് അവരെ ഫില്ല് ചെയ്യുകയൊക്കെയാണ് ഇവരുദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിലായതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പറയുന്ന 2021 22 23 പാസ് ഔട്ട് ആയവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ഇവിടെ കണ്ടീഷൻ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഒരു മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ജനറൽ പർപ്പസ് റേറ്റിംഗ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഇതില്ലെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ, അത് നിർബന്ധമില്ല. ഇതിൻ്റെ കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ 50 വേക്കൻസിയാണ്, 1 വർഷത്തേക്കാണ് ട്രെയിനിങ് ഉണ്ടായിരിക്കുക. ട്രെയിനിങ് കഴിഞ്ഞ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങളെ 2 വർഷത്തേക്ക് വീണ്ടും അവിടെ നിയമിക്കുന്നതാണ് ഇതിൽ പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം എക്സ്പീരിയൻസ് എന്നുള്ളത് ഫ്രഷറാണ്. ഇതിലേക്ക് യാതൊരു എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിനാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. പിന്നെ ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഐസൈറ്റ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. 6/6 റൈറ്റ് ഐയും ലെഫ്റ്റ് ഐ 6/6 ആയിരിക്കണം എന്നുള്ളതാണ് ഡിസ്റ്റൻറ്റ് വിഷൻ കേട്ടോ. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന കളർ ബ്ലൈൻഡ്നെസ്സോ അങ്ങനെയുള്ള സ്കിന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല കണ്ടീഷനാണ് കേട്ടോ.
അപ്പോൾ ഇതിലേക്ക് സ്റ്റൈപ്പൻ്റ് ആയിട്ട് നിങ്ങൾക്ക് 9,000 രൂപ പെർ മന്ത് സ്റ്റൈപ്പൻ്റ് ആയിട്ട് ലഭിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ESIയും EPF ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. 28 ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. ഇപ്പോൾ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും, അതായത് 5 വർഷം. അപ്പോൾ അവർക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കും, റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ആയിരിക്കും കേട്ടോ. അത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനൊക്കെ അനുസരിച്ചും ക്വാളിഫൈഡ് ഉള്ള ഉദ്യോഗാർത്ഥികളൊക്കെ അനുസരിച്ചായിരിക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ പറയുന്ന 2021, 22, 23 എന്ന് പറയുന്ന ഈ ഒരു 3 വർഷങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും വർഷങ്ങളിൽ പാസ് ഔട്ടായ ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. വേറെ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇനി ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം, ഇതെന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഓൺ ദി ജോബ് ട്രെയിനിങ് സ്കീം എന്ന് പറയുന്ന സ്കീമിലൂടെ ഈ കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡ് ഈ പറയുന്ന സ്കീമിലൂടെയാണ് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന സ്കീമിലേക്കാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന അപ്പോൾ എസ്പെഷ്യലി നമ്മുടെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിന് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് കുറച്ച് മുൻഗണന അവർ കൊടുക്കുന്നുണ്ട്. അപ്പം ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഒക്കെ ക്വാളിഫൈഡ് ആണ്, പക്ഷേ അവർക്ക് ജോലിയൊന്നുമില്ല, അങ്ങനത്തെ കണ്ടീഷനിലുള്ള ഉദ്യോഗാർത്ഥികളാണ് ഇവർ എയിം ചെയ്യുന്നത്. ഇനി മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും തീർച്ചയായിട്ടും അവരെയും പരിഗണിക്കും, പക്ഷേ കുറച്ച് മുൻഗണന ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഉണ്ടാവും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇനീഷ്യലി ഒരു വർഷമാണ് ഇതിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരിക്കുക. അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അഡ്വാൻസ്ഡ് ട്രെയിനിങ് ആണ് അവർ നൽകുക. അത് വീണ്ടും ഒരു 2 വർഷം വരെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് സ്റ്റൈപ്പൻറ്റും കാര്യങ്ങളൊക്കെ മാറും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന നിശ്ചിതമായുള്ള 3 വർഷം ടോട്ടൽ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും. അതിൻ്റെ സർട്ടിഫിക്കറ്റിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല നമുക്ക് ഇവിടെ തന്നെ വേക്കൻസികൾ വരും. ഇപ്പം ഞാൻ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിൻ്റെ വേക്കൻസി കാണിക്കാം. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനും അത് നമുക്ക് തുടർന്ന് പോകാനും ഒക്കെ ഉള്ള ഒരു ഫെസിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തവിടെ പറയുന്നത് GPR ആണ്. അത് ജനറൽ പർപ്പസ് റേറ്റിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ തുടക്കത്തിലൂടെ പറയുന്നു ഈ പറയുന്ന ജനറൽ പർപ്പസ് റേറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഇവിടെ വേണമെന്നുള്ളത്. അപ്പോൾ അത് നിർബന്ധമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിർബന്ധമില്ല എന്ന് പറയാൻ കാരണം ഇവിടെ അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ജനറൽ പർപ്പസ് റേറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും കൂടുതൽ പരിഗണന കൊടുക്കുക. അവർ ഈ പറയുന്ന ജനറൽ പർപ്പസ് റേറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾ മീൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾ അവൈലബിൾ അല്ലെങ്കിൽ ജനറൽ പർപ്പസ് റേറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾ അവൈലബിൾ അല്ലെങ്കിൽ ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളെയും എന്തെയും ഇതിലേക്ക് പരിഗണിക്കുന്നതാണ്. അതായത് ഫ്രഷറായിട്ടുള്ള മറ്റു ഈ പറയുന്ന ജനറൽ പർപ്പസ് റേറ്റിംഗ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഇപ്പം ജനറൽ പർപ്പസ് റേറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിങ്ങളിതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 മാസം കൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ സെലക്ട് ആയ ഡേ മുതൽ നിങ്ങൾക്ക് 6 മാസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ജനറൽ ഈ പറയുന്ന GPR നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ GPR എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങൾ അതിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് GPR എടുക്കാതെ കയറുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ സ്റ്റൈപ്പൻഡ് 5,000 പെർ മന്ത് എന്നുള്ള ലെവലിലേക്ക് അത് ചുരുങ്ങുകയും പിന്നീട് GPR എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 9,000 പെർ മന്ത് എന്നുള്ള ലെവലിലേക്ക് അത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ GPR എന്ന് പറയുന്നത് ഇതിലേക്ക് ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ മുൻഗണന കൊടുക്കും. GPR ആ പറയുന്ന ജനറൽ പർപ്പസ് റേറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, ഇനി ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് യാതൊരു പ്രശ്നമില്ല. അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്, ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാം. ഇല്ലാത്തവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന 6 മന്തിൻ്റെ ഉള്ളിൽ അവർ എടുക്കണം. എടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന സ്റ്റൈപ്പൻഡ് എന്താണ്, GPR ഇല്ലാത്തവരാണെങ്കിൽ 5,000 പെർ മന്തും, ഇനി GPR ഉള്ളവരാണെങ്കിൽ 9,000 പെർ മന്ത് എന്നുള്ള ലെവലിലായിരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും നമ്മുടെ അപ്ലിക്കേഷനൊക്കെ നോക്കിയിട്ട്. അതിനടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നിങ്ങളെ ഈ പറയുന്ന ടെസ്റ്റ് ഇൻ്റർവ്യൂവിനൊക്കെ വിളിക്കുക. അത് ഇമെയിൽ വഴിയാണ് നിങ്ങളെ അറിയിക്കുക എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ അറിയിക്കും. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 9 ഒക്ടോബർ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ് നോക്കുന്നത്. ഇപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞു, ഇനി രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കാണാൻ നോട്ടിഫിക്കേഷൻ നമ്പർ 2 ഇതും 25/9 വന്നിരിക്കുന്നത്. ഇത് എക്സ്പീരിയൻസ് ആയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസിയും കൂടെ കാണാം. അസിസ്റ്റൻറ്റ് ബോർഡ് മാസ്റ്റർ 30 വേക്കൻസി. ദെൻ നിങ്ങൾക്ക് അടുത്ത് കാണാം ബോട്ട് ഓപ്പറേറ്റർ 39 വേക്കൻസി, ഇലക്ട്രീഷ്യൻ 8 വേക്കൻസി, ഫിറ്റർ മെക്കാനിക്കൽ 3 വേക്കൻസി, ഫിറ്റർ FRP 2 വേക്കൻസി, എഞ്ചിനീയർ ഇലക്ട്രിക്കൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് 2 വേക്കൻസി, ദെൻ ടെർമിനൽ കൺട്രോൾ 12 വേക്കൻസി, ഫ്ലീറ്റ് മാനേജർ മെയിൻ്റനൻസ് 1 വേക്കൻസി. ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഓരോന്നിൻ്റെയും വേക്കൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ അത്യാവശ്യം എക്സ്പീരിയൻസ് വേണം. ഇപ്പോൾ അസിസ്റ്റൻറ്റ് ബോർഡ് മാസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഓരോ വർഷത്തേക്കാണ് കേട്ടോ നിയമനം. ഇനിഷ്യലി പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതെന്ന് പറയുന്നുണ്ട്. അത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. 9,200 മുതൽ 22,200 വരെ അതിൻ്റെ ഒരു പേ സ്കെയിൽ നമുക്ക് മന്ത്ലി കിട്ടാവുന്ന സാധ്യത പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ EPF ഹെൽത്ത് ഇൻഷുറൻസും പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഒന്നെങ്കിൽ +2 അല്ലെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് IT ആണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ക്ലാസ് 3 സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 6 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അതിൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന 2 വർഷം എന്താണ് ഈ പറയുന്ന സാരംഗ് അതുപോലെ മാസ്റ്റർ ക്ലാസ് 3 ഒക്കെ ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അതിൻ്റെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഈ പറയുന്ന സീ ഗോയിങ് അല്ലെങ്കിൽ ഇൻലാൻഡ് വെസൽസിലൊക്കെ ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഒക്കെ നമുക്ക് 6/6 തന്നെ വേണമെന്നുള്ള കണ്ടീഷനാണ് കേട്ടോ, ഐസൈറ്റൊക്കെ. പിന്നെ 45 ഏജ് ലിമിറ്റ്. ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ടായിരിക്കും SC/ST OBC ഒക്കെ ആണെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് റിട്ടൺ ടെസ്റ്റ് അല്ലെങ്കിൽ പ്രൊഫഷൻസി ടെസ്റ്റ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ടെസ്റ്റ് ഇൻ്റർവ്യൂ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇതിലേക്കുള്ള
ഇതിലേക്കുള്ള സെലക്ഷൻ മെത്തേഡ്. ഇതിനടുത്ത് ബോട്ട് ഓപ്പറേറ്റർ 39 വേക്കൻസി ഉള്ളതാണ്. ഇതും ഒക്കെ ഫിക്സ്ഡ് ടേമാണ്, ഒരു വർഷമാണ് നിയമിക്കുന്നത്. സെയിം സ്കെയിലാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിലും +2 അല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് IT ആണ്. ഒന്നെങ്കിൽ +2 വെച്ച് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 10ാം ക്ലാസ് പ്ലസ് IT ആണ്. രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഡ്രൈവ് ക്ലാസ് 2 ആൻഡ് സെറാങ് ഓർ മാസ്റ്റർ ക്ലാസ് 3 സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടായിരിക്കാനുള്ള കണ്ടീഷനാണ്. 6 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുന്നതിനും 2 ഇയർ, അതിൽ 2 ഇയർ ഈ പറയുന്ന എഞ്ചിൻ ഡ്രൈവർ ക്ലാസ് 2 അല്ലെങ്കിൽ ബോട്ട് എഞ്ചിനീയർ അല്ലെങ്കിൽ ഓപ്പറേറ്റർ ഇൻ സീ ഇൻലാൻഡ് വെസൽസ് ഒക്കെ ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഉള്ളവർ അപ്ലൈ ചെയ്യാം. ദെൻ ഐസൈറ്റ് ഒക്കെ ഇവിടെ പ്രത്യേകമായിട്ട് 6/6 6/6 ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. ഏജ് ലിമിറ്റ് 45 ആണ്. റിട്ടൺ ടെസ്റ്റ്, പ്രൊഫഷൻസി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ദെൻ അടുത്ത ഇലക്ട്രീഷ്യനാണ്, 8 വേക്കൻസി ഉണ്ടാവും ഇതിൽ. ഇതും ഒക്കെ ടെമ്പററി ആണ്, ഒരു വർഷത്തേക്കാണ്. വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന പോസ്റ്റ് തന്നെയാണ്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് IT ആണ്. 2 വർഷം ഡ്യൂറേഷനുള്ള ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള 2 വർഷം ഡ്യൂറേഷനുള്ള IT ആണ്. പക്ഷേ 3 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വേണം. അത് ഈ പറയുന്ന ബോട്ട്, ഷിപ്പ് അല്ലെങ്കിൽ ഷിപ്പ് യാർഡ് അല്ലെങ്കിൽ HT ഇലക്ട്രിക്കൽ സിസ്റ്റം, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും മേഖലയുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ആയിരിക്കുന്നുള്ള കണ്ടീഷനാണ്. 45 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. റിട്ടൺ ടെസ്റ്റ്, പ്രൊഫഷൻസി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി അടുത്തത് വരുന്നത് ഫിറ്റർ മെക്കാനിക്കലാണ്. മൂന്ന് ഒഴിവാണ് ഇതിലുള്ളത്. ഇതിലേക്ക് നിങ്ങൾക്ക് IT അല്ലെങ്കിൽ ITC ഫിറ്ററിലോ അല്ലെങ്കിൽ മെക്കാനിക് റെഫ്രിജറേഷൻ എയർ കണ്ടീഷനിലോ ഉള്ള ITO അല്ലെങ്കിൽ ITC ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 8700 മുതൽ 21,100 ആണ് സ്കെയിലൊക്കെ വരുന്നത്. 3 വർഷത്തേക്കാണ് ഇതിലേക്ക് എക്സ്പീരിയൻസ് വേണ്ടത്. എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അപ്പോൾ അത് എക്സ്പീരിയൻസ് ഈ പറയുന്ന മേഖലയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ പറയുന്ന ഡീസൽ ജനറേറ്റർ, അതുപോലെ കംപ്രസർ, മറൈൻ എൻജിൻസ് അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഈ പറയുന്ന റെഫ്രിജറേഷൻ, എയർ കണ്ടീഷനിങ്, റിലവൻറ്റ് ഫീൽഡ് ഇൻക്ലൂഡിങ് ഷിപ്പ് യാർഡ്, എഞ്ചിനീയറിംഗ് കമ്പനി, ദെൻ ഗവൺമെൻറ്, സെമി ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്ന ഏതെങ്കിലും മേഖലയുമായി ബന്ധപ്പെട്ടായിരിക്കണം എന്നുള്ളതാണ്. 45 ആണ് ഏജ് ലിമിറ്റ്. ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്, റിസർവേഷൻ റൂൾ പ്രകാരമുള്ള. പിന്നെ റിട്ടൺ ടെസ്റ്റ്, പ്രൊഫഷൻസി ടെസ്റ്റ്, പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് സെലക്ഷൻ. അടുത്ത ഫിറ്ററാണ്, 2 വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് IT അല്ലെങ്കിൽ ITC എന്നാണ് പറയുന്നത് ഫിറ്ററിലുള്ള. അപ്പോൾ അതോടൊപ്പം തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 45 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. റിട്ടൺ ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പ്രാക്ടിക്കൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതിനടുത്ത് എഞ്ചിനീയർ ആണ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ്. 2 വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10,150 മുതൽ 29,000 വരെയാണ് ഇതിൻ്റെ സ്കെയിൽ വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് BA or BTech അല്ലെങ്കിൽ BSc ആണ് പറയുന്നത്. ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള BA or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഇതിലും വേണമെന്നുള്ളതാണ്. 35 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. റിട്ടൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കാം. ഇതിനടുത്ത് ടെർമിനൽ കൺട്രോളറാണ്. 12 വേക്കൻസി ഉണ്ട്. ഇതിൽ 10,150 മുതൽ 29 മുതലാണ് 29 വരെയാണ് സ്കെയിൽ വരുന്നത്. ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ കാണാം ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ്. ഈ പറയുന്ന മെക്കാനിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സിലോ ഇൻസ്ട്രുമെൻറ്റേഷനിലോ കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ IT-ലോ ഈ പറഞ്ഞ ഏതെങ്കിലും ഡിസിപ്ലിനിൽ ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി BA or BTech ഒക്കെ ഉള്ളവർക്കും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സെയിം ഡിസിപ്ലിനിൽ BA or BTech ഉള്ളവരാണെങ്കിൽ അവർക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് മതി. ഡിപ്ലോമ ഉള്ളവർക്കാണെങ്കിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. 35 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. റിട്ടൺ ടെസ്റ്റ്, ഇൻ്റർവ്യൂ ഒക്കെ ആയിരിക്കാം സെലക്ഷൻ മെത്തേഡ്. ദെൻ അടുത്ത ഫ്ലീറ്റ് മാനേജറാണ്. ഒരു വേക്കൻസിയാണ് ഇതിലുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ നേവൽ ആർക്കിടെക്ചറാണ്. 12 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ. 56 ആണ് ഏജ് ലിമിറ്റ്. ഇൻ്റർവ്യൂ ആയിരിക്കും ഇതിലേക്കുള്ള സെലക്ഷൻ മെത്തേഡ്. അപ്പോൾ ഇനീഷ്യലി ഈ പറഞ്ഞിരിക്കുന്ന മുകളിൽ പറയുന്ന എല്ലാ പോസ്റ്റുകളും ഫിക്സ്ഡ് ടേം ആയിട്ടുള്ള കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. ഒരു വർഷത്തേക്കാണ് നിയമിക്കുന്നത്. വീണ്ടും പെർഫോമൻസ് അനുസരിച്ചും അതുപോലെ ഇവർക്കുടെ ആവശ്യത്തിനനുസരിച്ചും എന്ത് ചെയ്യും, അത് എക്സ്റ്റെൻഡ് ചെയ്ത് തരാവുന്ന പോസ്റ്റുകളാണെന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്തിനെ അടിസ്ഥാനമാക്കി വെച്ചാൽ നമ്മുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസ് ഒക്കെ വെച്ചായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഇമെയിൽ വരും. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ, എലിജിബിൾ ആണെങ്കിൽ ഇമെയിൽ വരും റിട്ടൺ ടെസ്റ്റിന് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിനൊക്കെ ഉള്ള. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പോയാൽ മതി. എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഓൺലൈനായിട്ടാണ്. നിങ്ങളുടെ സെൽഫ് അറ്റസ്റ്റഡ് എല്ലാ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡോക്യുമെൻസിൻ്റെ എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി നമ്മളിതിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 9 ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് 2 നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ ഭയങ്കര ലാഗ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ എന്ന് പറഞ്ഞ ലിങ്ക് കൊടുക്കും. KWML എന്ന് പറഞ്ഞിട്ടും കൂടെ കാണാൻ പറ്റും. കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡിൻ്റെ നമ്മുടെ വെബ്സൈറ്റാണ്. താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക. നിങ്ങൾ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ ഞാനിത് കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലിങ്ക് 1 ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ, രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ അങ്ങനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ദെൻ KWML ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുന്നുള്ള ഓപ്പൺ ആക്കി കാണിക്കാൻ ഞാൻ അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത സമയത്ത് ജസ്റ്റ് ഇവിടെ ആപ്ലിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് ഈ പേജിലേക്കാണ് വരിക. ഇവിടെ ഓൾറെഡി നമുക്ക് ഈ യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് വരുന്ന പോലെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേര് ചെയ്താൽ മെയിൽ ID കൊടുക്കാം, മൊബൈൽ നമ്പർ കൊടുക്കാം. എന്നിട്ട് ഈ ക്യാപ്ച അവിടെ അടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്തു. ഇവിടെ നമ്മൾ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം.
അങ്ങനെ നമ്മൾ അവിടെ സൈനിങ് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, മീൻസ് സബ്മിറ്റ് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം താങ്ക് യു ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. കൺഫർമേഷൻ മെയിൽ നമ്മുടെ മെയിലിലേക്ക് വന്നിട്ടുണ്ടാകും ഒരു ലിങ്ക്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യണം അക്കൗണ്ട്. അങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, പാസ്വേഡൊക്കെ കൊടുക്കണം, അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി ആ കാര്യങ്ങൾ ചെയ്ത് വെച്ചാൽ ഞാനിവിടെ സൈനിങ് എന്നുള്ള കൊടുക്കുക. നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. മെയിൽ വന്ന് ആ ഒരു എന്താണ് ഇൻസ്ട്രക്ഷൻ വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഞാനിതിൽ ഓൾറെഡി നമ്മളിത് ചെയ്തുകൊണ്ട് ഞാനിതിൽ നമ്മുടെ മെയിൽ ഐ ഡി കൊടുത്തു, പാസ്വേഡ് ഇവിടെ കൊടുത്തു. എന്നിട്ട് നമ്മളിത് അവിടെ ക്യാപ്ച കോഡ് ഇവിടെ അടിക്കുകയാണ്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ മെയിലിൽ അതിൻ്റെ കാര്യങ്ങൾ വരും, അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു ലിങ്ക് ഉണ്ടാവും ആക്ടിവേറ്റ് ചെയ്യാനുള്ള. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കാണിക്കുന്ന പോലെ ഇൻസ്ട്രക്ഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്റ്റെപ്പിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ സൈനിങ് എന്ന് കൊടുക്കാം. അപ്പോൾ സൈനിങ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ആദ്യം നമ്മളുടെ പ്രൊഫൈൽ നമ്മൾ 100% ആക്കണം കേട്ടോ, എങ്കിലേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങളെ ഓരോ കാര്യങ്ങളും പേഴ്സണൽ ഇൻഫർമേഷൻ ഇവിടെ ഓരോ വിൻഡോ ഉണ്ട്. റിസർവേഷൻ, അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതുപോലെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ്, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് 100% ആവുള്ളൂ. അങ്ങനെ 100% ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ തരാം കേട്ടോ. അപ്പം ലിങ്ക് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൻ്റെ അവിടെ തരാം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് എങ്ങനെയാണ് ഇതിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് വ്യക്തമായിട്ട് ഓരോ സ്റ്റെപ്പും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പേജിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മളിതിൽ രജിസ്റ്റർ ചെയ്തതെന്ന് പറഞ്ഞാൽ താങ്ക് യു ഫോർ രജിസ്റ്ററിങ് അറ്റ് KMRL എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇതിൽ ആഡ് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക്. അത് കണ്ടാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടും. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഹോം എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ജോബ് സെറ്റ് വാട്ടർ മെട്രോ എന്നുള്ള ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓപ്പണിംഗ് വേക്കൻസീസ് പറഞ്ഞിട്ട് അവിടെ കാണിക്കും കേട്ടോ. ഓക്കെ, ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ വേക്കൻസി ഉണ്ടല്ലോ, ഇത് ഫ്രഷേഴ്സ് ബോട്ട് ഓപ്പറേഷൻ ട്രെയിനിങ് എന്ന് പറയുന്ന പോസ്റ്റ് ആണെങ്കിൽ ഇതാണ് നിങ്ങൾക്കൂടെ കാണാം 9ാമത്തെ. അത് നോക്കിയിട്ട് ചെയ്താൽ മതി. 50 വേക്കൻസികൾ നോക്കിയാൽ മതി. ഇതിൻ്റെ ഒക്കെ ലാസ്റ്റ് ഡേറ്റ് ഒക്ടോബർ 9 ഇതിൻ്റെ നേരെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം, അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ആവുന്നുള്ളത് ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മുടെ എലിജിബിലിറ്റി ഒക്കെ നമ്മൾ സ്റ്റാറ്റസ് കൂടെ കാണിക്കും കേട്ടോ. നമ്മൾ എലിജിബിൾ ആണ്, എഡ്യൂക്കേഷൻ എല്ലാം ഓക്കെ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ കാണിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഇത് കൺഫേം ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് 1-2 ക്ലിക്കിൽ എന്ത് ചെയ്യാം, ഇത് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ അപേക്ഷാ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. യാതൊരുവിധ അപേക്ഷാ ഫീസും കൊടുക്കേണ്ട. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ കൺഫേം കൊടുത്താൽ നമ്മൾ വെറുതെ ഒരു ഡെമോ അക്കൗണ്ട് അതിലേക്ക് ആക്ടിവേറ്റ് ആവും. അപ്പം അത് അവർക്കത് പ്രശ്നമാണ്. അപ്പോൾ നമ്മളത് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ 1-2 ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളെ നെയിം ഓഫ് പോസ്റ്റ് ഇവിടെ കാണിക്കും, ബോട്ടർ ഓപ്പറേഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും നിങ്ങൾക്ക്. അങ്ങനെ ഓരോ പോസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ അതിൻ്റെ നേരെയുള്ള അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഇനി നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഇതിൽ സെർച്ച് ചെയ്ത് നോക്കട്ടെ, അതുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും പാടെ ഞാൻ ഇട്ടുതരാം. കാരണം എങ്ങനെയാണ് നമ്മളെ പ്രൊഫൈൽ 100% ആക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളും എല്ലാം എന്താണ് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ഞാൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ എവിടെ തരാം, നമ്മുടെ ഈ പറയുന്ന വെബ്സൈറ്റിൽ തന്നെ തരാം നിങ്ങൾക്ക്. ഇതിൽ ഞാൻ ഇതിൻ്റെ താഴെയായിട്ട് ഇതിൻ്റെ KWML അപ്ലിക്കേഷൻ ലിങ്കിൻ്റെ താഴെയായിട്ട് ഇവിടെ തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രൊഫൈൽ 100% ആക്കാൻ ഈ ഒരു വീഡിയോ ഹെൽപ്പാകും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 11 മാസം മുൻപ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇതൊക്കെ കറക്റ്റായിട്ടാണ് നിങ്ങൾ നോക്കിയിട്ട് ശ്രദ്ധാപൂർവ്വം കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സ്റ്റേജും കംപ്ലീറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളത് ഞാൻ 11 മാസം മുൻപ് ചെയ്ത വീഡിയോ ആണ്, എനിക്ക് അതിൻ്റെ കറക്റ്റായിട്ട് ഒരു ഓർമ്മയിലില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങളുടേതായിട്ടുള്ള ബോർഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണിത് 100% നമ്മുടെ ആ ഒരു പ്രൊഫൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിലൂടെ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് സജസ്റ്റ് ചെയ്യുന്നത്. ഒരു 11 മാസം മുൻപ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയുടെ ലിങ്ക് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൻ്റെ താഴെ KMR അപ്ലിക്കേഷൻ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന ഭാഗത്തിൻ്റെ നേരെ താഴെ ഇവിടെ ആയിട്ട് തരാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിൽ നിന്ന് ആ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയും അതും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഇതിലേക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാം. താങ്ക് യു.